അത് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് റാഫി സാറും ആഷാരോടും കൂടി വലിയൊരു മീറ്റിംഗ് വിളിച്ച് എൻ്റെ വീട്ടിലേക്ക് രണ്ടുപേരും വന്നിട്ട് എന്നോട് ചോദിച്ചു, ഇതിനകത്തൊന്ന് സഹകരിക്കാമോ ജാഫർ? ഞങ്ങൾ പ്രതീക്ഷയോടുകൂടിയാണ് റാഫി സാർ എന്നോട് പറയുന്നത്. നാഷക്കാരനോട് കണ്ണടച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ ശരിക്കും കഥ കേട്ടതിന് ശേഷം ഞാൻ അർജുനെ വിളിച്ചു. അർജുൻ പറഞ്ഞു, ചേട്ടാ എങ്ങനെയും ഏറ്റെടുത്ത് നിങ്ങൾ അങ്ങനെ കാര്യം മേടിച്ചു പോട്ടെ. ഒരു ഫോൺ വിളിച്ചു, നാഷക്കാരാ ഞാൻ ഇവിടെ കൊടുക്കാം, ഞാൻ നാളെ വന്നിട്ട് ഒരു സാധനം ഉണ്ട് എൻ്റെ പടത്തിലൊക്കെ ചെയ്തേച്ചോ കൊള്ളുന്നു. ഞാൻ വന്ന് ചെയ്തേച്ചു പോയ സംഭവം. എനിക്ക് തൃപ്തരാണ്. നല്ലൊരു വേഷം എനിക്ക് തന്നിരുന്നത്. പിന്നെ ഒരു കുടുംബത്തിൽ ചെന്ന് കയറുന്ന പോലുള്ള ഒരു ഫീലിങ്സ് ഒക്കെയാണ് നാശാക്കാരുടെ പടത്തിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും. നമ്മളൊരു സിനിമാ നടനാണെന്നോ അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ ചെന്ന് കഴിയുന്ന ഒരു ഡയറക്ടർ ബന്ധമൊന്നുമല്ല. അതന്നെയല്ലേ ഈ ഇരിക്കുന്ന ലെവൽ തന്നെ നോക്കി നിങ്ങൾ തന്നെ ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ഒഴിച്ച് ബാക്കി ആർക്കെങ്കിലും ജാടയുണ്ടോ? ഇല്ലല്ല. അപ്പം അത്രയേ ഉള്ളൂ. ഞങ്ങളൊരു കുടുംബം പോലെ തമാശയും പറഞ്ഞ് അങ്ങനെ പറയും. പിന്നെ ഇക്ക പറഞ്ഞ 80 ദിവസം ഷൂട്ട് കൂടിപ്പോയപ്പോൾ സാറ് ചോദിച്ചു, എന്തോ ഇച്ചിരി ചെറിയ പടമാണ് വലുതല്ല എന്നൊക്കെ ചോദിച്ചില്ലേ. പിന്നെ മഴ ഒരു ഘടകമായിരുന്നു. മഴ ഞങ്ങളെ കുറേ ശല്യം ചെയ്തു. ഷൂട്ടൊക്കെ രാത്രിയായിരുന്നു. അങ്ങനെ കുറേ ദിവസങ്ങളൊക്കെ പോയി. അല്ലാതെ ഇപ്പോൾ സാറ് ഉറക്കും കേട്ടോ. അവർ പച്ചയ്ക്ക് വർത്താനം പറഞ്ഞു, 20 ദിവസം കൊണ്ട് തീർക്കാമെന്ന് പറഞ്ഞ് 80 ദിവസം കൊണ്ടാവും തീർക്കാമെന്നും പറഞ്ഞ് അവിടെ കടന്ന് മുത്തുന്നുള്ളതുകൊണ്ടാണ് ഞാൻ സംഭവിക്കുന്നത്. ആലോചിച്ചു. അങ്ങനെയായിരുന്നു മൊത്തത്തിൽ. പിന്നെ സിനിമയാണ്, ഇക്കയുടെ സിനിമയാണ്. ഇക്ക എൻ്റെ റൂട്ട് അനുസരിച്ച് ഇന്ന് രാത്രി എടുത്ത നാളെ പ്ലാൻ ചെയ്യണം, പെട്ടെന്ന് മാറ്റുന്ന ആളൊക്കെയാണ്. എന്തായാലും ഒരു മനോഹര സിനിമയായിരിക്കും. അർജുനും നായകനും ഒക്കെ കൂടി അടിച്ച് നായികയൊക്കെ കൂടി അടിച്ച് കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളെപ്പോലെയുള്ളവരുടെ സഹകരണമാണ്. പിന്നെ ഈ എല്ലാവരും പറയുന്നില്ലേ, ഈ ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഒരു പ്രിൻ്റ് എടുത്ത് കാണും. സിനിമ എപ്പോഴും തിയേറ്ററിൽ തന്നെ കാണുക, എന്നാലേ അതിന് വിലയിരുത്താൻ പറ്റുള്ളൂ. അതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുടെ സൗണ്ട് എഫക്റ്റും ഒക്കെ വെച്ചിട്ട് അങ്ങനെ കണ്ടിട്ട് അതിനെക്കുറിച്ചൊരു വിലയിരുത്തൽ വേണം. അത് നമ്മൾ മൊബൈലിൽ കണ്ടിട്ട് പെട്ടെന്ന് ഒരു വലിയൊരു പ്രസ്ഥാനത്തെ ചുമ്മാ ഒരു ഇതിലേക്ക് ആക്കരുത്. കാരണം വെച്ചാൽ എല്ലാവരും അരി മേടിക്കാനുള്ളതാണ്, ജീവിക്കാനുള്ളതാണ്. മൊത്തത്തിൽ പ്രശ്നമാണ് നമ്മുടെ നാട് മൊത്തം, ലോകം മൊത്തത്തിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എങ്ങനെയെങ്കിലും ഉള്ള കാലം എന്തെങ്കിലുമൊക്കെ കാണിച്ച് പറയുമ്പോൾ പോകാനോ മൊത്തത്തിൽ നിന്ന് പഠിച്ചു നോക്കാം. ഞാൻ സിനിമ കാണാത്ത ആളാണ്, വാർത്ത കേൾക്കുന്നത്, അതുകൊണ്ട് പറയാം. അപ്പം നന്മ വരട്ടെ എല്ലാവർക്കും. എൻ്റെ അനുഗ്രഹം അല്ലാട്ടെ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ ഇതിനും ഒരു അനുഗ്രഹം തരണം. എല്ലാവരും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണം. ആ കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു നല്ല സെറ്റപ്പാക്കി കുറേ പണത്തിലേക്കൊക്കെ വന്ന് അടിപൊളിയാണ്. അതിൻ്റെ കൂടെ കാരണവരായിട്ട് നമ്മൾ വിളിക്കണം. ഓക്കെ.